ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ ഹാരി, ലക്കി, ശ്രേയ 3 സ്നേഹമുള്ള സുഹൃത്തുക്കളുടെ ഒരു രസകരമായ യാത്രയെക്കുറിച്ചാണ് കാണാൻ പോകുന്നത്. യാത്ര പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? പക്ഷേ പോകേണ്ട സ്ഥലത്തെക്കുറിച്ച് ഇവർ 3 പേർക്കും പല അഭിപ്രായങ്ങളാണ്. കാണാം ഇവർക്ക് എന്ത് സംഭവിക്കുന്നു ഇന്ന്. ഒരു സന്ധ്യാനേരം 3 പേരും ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. ശ്രേയ പറഞ്ഞു, നമുക്ക് 3 പേർക്കും കൂടി ഒരു യാത്ര പോയാലോ? ലക്കി പറഞ്ഞു, നമുക്ക് അടുത്തുള്ള സിറ്റിയിലേക്ക് പോയാലോ? എനിക്ക് എപ്പോഴും ആ വലിയ ബിൽഡിംഗുകളും മാളുകളും കാണണമെന്നുണ്ടായിരുന്നു. ഷോപ്പിംഗ് മാളിൽ റൈഡുകൾ, ഫുഡ് കോർട്ട്, ഷോപ്പിംഗ്. അതൊക്കെ എത്ര രസകരമായിരിക്കും. രാത്രി നഗരത്തിലെ ലൈറ്റുകൾ എല്ലാം തെളിഞ്ഞു കാണാനും സെൽഫികൾ എടുക്കാനും എനിക്ക് ഏറെ ഇഷ്ടമാണ്. നഗരജീവിതം തന്നെ എന്റെ സ്വപ്നം പോലെയാണ്. ഹാരി പറഞ്ഞു, നമുക്ക് കടൽത്തീരത്തേക്ക് പോയാൽ എത്ര കിടിലൻ ആയിരിക്കും. എനിക്ക് കടൽക്കാഴ്ചകളും നീണ്ട കടൽക്കരയും വളരെ ഇഷ്ടമാണ്. പകൽ ആൾക്കൂട്ടം കുറവായിക്കഴിഞ്ഞാൽ കടലിന്റെ ശബ്ദം മാത്രം കേട്ട് കിടക്കുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. കടലിന്റെ കാറ്റ് മുഖത്ത് തട്ടി വരുമ്പോഴുണ്ടാകുന്ന ആ ഹാപ്പി ഫീലിംഗ്, അതൊന്നും പറയാനാവില്ല. അവിടെ കിട്ടുന്ന കടൽ ഭക്ഷണങ്ങൾ, ചാട്ട്, ഗ്രിൽഡ് ഫിഷ്, തന്തൂരി എല്ലാം ട്രൈ ചെയ്തേ മതിയാവൂ. സൂര്യാസ്തമയ സമയത്തെ കാഴ്ച കണ്ടാൽ മറക്കാനാകില്ല. ശ്രേയ പറഞ്ഞു, നമുക്ക് കാട്ടിലേക്ക് പോകാം. എനിക്ക് പ്രകൃതിയെ വളരെയധികം ഇഷ്ടമാണ്. ഉയർന്ന മരങ്ങളും തഴച്ച പച്ചപ്പും കാണുമ്പോൾ എന്റെ ഹൃദയം സന്തോഷത്തിൽ നിറയുന്നു. കാട്ടിൽ മൃഗങ്ങളെ ദൂരത്തിൽ നിന്ന് കാണാനും പക്ഷികളുടെ ശബ്ദം കേട്ടുകൊണ്ട് നടന്നുപോകാനും എനിക്ക് വല്ലാതെ ഇഷ്ടമാണ്. കാറ്റും ശുദ്ധമായ വായുവും മനസ്സിനൊരു ചൂടുള്ള ആശ്വാസം പോലെ. 3 പേരും തർക്കത്തിലായി. ഹാരി പറഞ്ഞു, കടൽ കാണാൻ പോകാം. ശ്രേയ പറഞ്ഞു, കാട് കാണാൻ പോകാം. ലക്കി പറഞ്ഞു, നഗരങ്ങൾ കാണാൻ പോകാം. അവസാനം ശ്രേയ പറഞ്ഞു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ചിട്ട് ഒരു കാര്യവും ഉണ്ടായില്ല. 3 പേർക്കും വേറെ വേറെ ഇഷ്ടങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ഐഡിയ ചെയ്യാം. നാം എല്ലാവരും എവിടേക്കാണ് പോവാൻ ഇഷ്ടമെന്നത് അത് ഒരു പേപ്പറിൽ എഴുതി ഒരു ജാറിൽ ഇടാം. ശേഷം അതിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കാം. ആരുടെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് വരുന്നത് എങ്കിൽ അവിടേക്കാണ് നാം എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യുക. ശ്രേയ കുറച്ച് പേപ്പർ തുണ്ടുകൾ എടുത്തുവന്നു പറഞ്ഞു, നമുക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങളുടെ പേരുകൾ പേപ്പർ തുണ്ടുകളിൽ എഴുതാം. ശേഷം എല്ലാം ഒരു ജാറിൽ ഇട്ട് കുലുക്കി ഒരെണ്ണം എടുക്കാം. അതായിരിക്കും നമ്മുടെ യാത്രാ ലക്ഷ്യം. അങ്ങനെ 3 പേരും തങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിന്റെ പേരുകൾ ഓരോ പേപ്പർ തുണ്ട് വീതം എഴുതുകയും അവയെല്ലാം ജാറിൽ ഇടുകയും ചെയ്തു. ജാർ നന്നായി കുലുക്കിയ ശേഷം ഹാരി അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു. അതിൽ എഴുതിയിരുന്നത് കാടും കാട്ടുമൃഗങ്ങളും. അതു കണ്ട ശേഷം 3 പേരും ഒരുമിച്ച് പറഞ്ഞു, അപ്പോ നമുക്ക് കാട്ടിലേക്കാണ് യാത്ര പോകേണ്ടത്. ഹാരി പറഞ്ഞു, സൂപ്പർ. ഞാൻ ഇതുവരെ കാട് കണ്ടിട്ടില്ല, ഇത് എന്റെ ഏറ്റവും ആദ്യത്തെ യാത്രയായിരിക്കും. ശ്രേയ സന്തോഷം കൊണ്ട് പറഞ്ഞു, ഇത് നമ്മളുടെ ഏറ്റവും മികച്ച ട്രിപ്പ് ആയിരിക്കും. ലക്കി സന്തോഷത്തോടെ ചേർന്നു. അങ്ങനെ 3 പേരും കാട്ടിലേക്ക് പോകാനുള്ള കാര്യത്തിൽ തീരുമാനമാക്കി അവരുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അടുത്ത ദിവസം രാവിലെ ഹാരി, ലക്കി, ശ്രേയ കാട്ടിലേക്കുള്ള യാത്രയ്ക്കായി വേണ്ടിയുള്ള സാധനങ്ങൾ ബാഗിൽ എടുത്തുവെച്ചു. ഹാരി തന്റെ ക്യാമറയും കോമ്പസും എടുത്തു. ലക്കി സ്നാക്കുകളും ജ്യൂസും ബാഗിൽ എടുത്തുവെച്ചു. ശ്രേയ നോട്ട്ബുക്കും ബൈനോക്കുലറും എടുത്തു. 3 പേരും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് കാട്ടിലേക്കുള്ള യാത്രയ്ക്ക് പുറപ്പെട്ടു. അങ്ങനെ 3 പേരും കാട്ടിൽ എത്തി. അവർ 3 പേരും കുറേ ദൂരം നടന്നു കാടിന്റെ ഉള്ളിലേക്ക് എത്തി. അവർ കാട്ടിനകത്തേക്ക് നടന്നു ചെന്നപ്പോൾ അവിടെ ദൂരെയൊരു ചെറിയ കുളത്തിനരികിൽ ചില മാൻകൂട്ടത്തെ കണ്ടു. അവർ ശാന്തമായി വെള്ളം കുടിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ചെറിയ കുഞ്ഞുമാൻ മൃദുവായ കാലുകളോടെ അവരെ കാണാൻ ധൈര്യമായി അടുത്തേക്ക് വന്നത്. ഹായ്, എത്ര പുഞ്ചിരിയുള്ള കുഞ്ഞ്, ലക്കി പറഞ്ഞു. അവരുടെ യാത്രയ്ക്ക് ഇങ്ങനെ മനോഹരമായ ഒരു തുടക്കമെടുത്തു. മാനുകൾ വെള്ളം കുടിച്ചു കഴിഞ്ഞു. പതുക്കെ കാടിനകത്തേക്ക് നടക്കാനായി തുടങ്ങി. മാനുകൾ മാറിപ്പോയതിനുശേഷം കുളത്തിലേക്ക് കുറച്ചു മുയലുകൾ വന്നു തുടങ്ങി. ലക്കി പതുക്കെ പറഞ്ഞു, അങ്ങോട്ട് നോക്കൂ മുയലുകൾ. ഹാരി പറഞ്ഞു, ഹായ്. എന്തു ഭംഗിയാണ് ഇവരെ കാണാൻ. ശ്രേയ നോട്ട്ബുക്ക് എടുത്ത് ഉടനെ വരയ്ക്കാൻ തുടങ്ങി.
അപ്പോഴേക്കും കുരങ്ങന്മാർ എത്തി. മരത്തിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ തുടങ്ങി. കുരങ്ങന്മാരെ കണ്ട് മുയലുകൾ ഓടി. മുയലുകൾ ഓടുന്നത് കണ്ടു. ലക്കി പറഞ്ഞു, എന്ത് പറ്റി, മുയലുകൾ ഓടിപ്പോയല്ലോ. അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത് കുരങ്ങന്മാർ എത്തിയത്. കുരങ്ങന്മാരുടെ കളിയും നോക്കി അവരും അങ്ങനെ നിന്നു. 3 പേരും കുരങ്ങന്മാരെ നോക്കി നിൽക്കുന്നതിനിടയിൽ കുറച്ചു കുറുക്കന്മാർ വെള്ളം കുടിക്കാൻ കുളത്തിലേക്ക് വന്നു. കുറുക്കന്മാരുടെ ശബ്ദം കേട്ട് കുരങ്ങന്മാർ പോയി. അപ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറുക്കന്മാരും ഓടിപ്പോയി. പെട്ടെന്ന് ലക്കിയും ശ്രേയും ഭയപ്പെട്ട് വിറയ്ക്കാൻ തുടങ്ങി. ലക്കിയും ശ്രേയും ചോദിച്ചു, അതു എന്താ ശബ്ദം? ഹാരി കളിയോടെ പറഞ്ഞു, അതു ചിലപ്പോൾ കരടി അമ്മാവൻ ആയിരിക്കും. വെറുതെ കത്തുന്നതാവാം, നമ്മളെ കണ്ടാൽ ചിലപ്പോൾ കടിച്ചു തിന്നേക്കും. കാട്ടിൽ നിന്ന് 2 കരടികൾ ഇവരെ നോക്കി ഓടി വരാൻ തുടങ്ങി. അത് കണ്ട ലക്കിയും ശ്രേയും പേടിച്ച് ഓടാൻ തുടങ്ങി. പിന്നാലെ ഹാരിയും ഓടി. അങ്ങനെ കുറേ ദൂരം ഓടിയ ശേഷം 3 പേരും കാട്ടിന്റെ ഉള്ളു പ്രദേശത്ത് എത്തി. അങ്ങനെ 3 പേരും കുറെ ഓടി നിന്നു. അപ്പോൾ ലക്കി പറഞ്ഞു, എനിക്ക് ഇനി നടക്കാൻ പോലും വയ്യ. നമുക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാം. രാവിലെ തിരിച്ചു പോകാം. അവർ അങ്ങനെ അവിടെ തന്നെ റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. പിന്നെ അവർ കൊണ്ടുവന്ന ടെന്റ് സജ്ജമാക്കി അതിനടുത്തായി ഒരു ക്യാമ്പ് ഫയർ വെച്ചു. അവശേഷം കൊണ്ടുവന്ന സ്നാക്സും ജ്യൂസും എടുത്ത് കുടിച്ചും കഴിച്ചും ഒരുമിച്ചിരിഞ്ഞ് ഒട്ടും മടിയില്ലാതെ എളുപ്പത്തിൽ സമയം ചെലവഴിച്ചു 3 പേരും. അങ്ങനെ അവർ കൊണ്ടുവന്ന ഭക്ഷണം മുഴുവനും കഴിച്ചു. ശേഷം ഹാരിയും ലക്കിയും ശ്രേയും മൂവരും അവരുടെ ടെന്റിലേക്ക് പോയി ഉറങ്ങാൻ ശ്രമിച്ചു. ഹാരിയും ശ്രേയും പെട്ടെന്ന് ഉറങ്ങി. പക്ഷേ ലക്കിക്ക് ഉറക്കം വന്നില്ല. അവൾ നിശബ്ദമായി പുറത്തു വന്നു ക്യാമ്പ് ഫയറിനിൽ ഇരുന്നു. ഏതോ ആലോചിച്ചുകൊണ്ട് കാറ്റിനോട് സംസാരിക്കുന്ന പോലെ. അപ്പോൾ പെട്ടെന്ന് ഒരു പ്രകാശം അവിടേക്ക് വന്നു. അത് ലക്കിയെ ചുറ്റി വന്നു. അവൾ അതിനെ കണ്ടപ്പോൾ അമ്പരന്നു. അപ്പോൾ തന്നെ ലക്കി ആ പ്രകാശത്തെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്രകാശത്തെ പിന്തുടർന്ന് അവൾ കാട്ടിലൂടെ നടന്നു. പെട്ടെന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് കേട്ടപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി.